യെസ്, ഇനിയിപ്പോൾ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. അവിടെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം സ്വദേശി വേണു മരിച്ചതിൽ ആരോഗ്യ വകുപ്പ് സംഘം ഇന്ന് വീട്ടിലെത്തി കുടുംബത്തിന് മൊഴിയെടുക്കും. കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വേണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മാത്രമാണ് മരണകാരണമെന്നും കൂടി കുടുംബം ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ഭാര്യ സിന്ധു പറഞ്ഞു. എന്റെ കുടുംബത്തിന് എന്താണോ വേണ്ടത് ഞാൻ അവരോട് പറഞ്ഞ് 100% എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേസ് ഷീറ്റ് അവരുടെ കയ്യിലാണ്, അവർക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ഓക്കെ. പക്ഷെ ഒരു ബ്ലഡ് റിസൾട്ടും പിന്നെ അതേപോലെ ഡ്രോപ്പ് ഇൻ റിസൾട്ടും എല്ലാം എന്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വാദിക്കും. ഇനിയും ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇതിൽ നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, വേണുവിന്റെ മരണം വലിയ വിവാദത്തിനിടയാക്കിയിരുന്നപ്പോൾ മെഡിക്കൽ സംഘം വീട്ടിലെത്തി മൊഴിയെടുക്കുമ്പോൾ ഭാര്യയടക്കം തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്? ജിൽസി, ഈ മാസം 5-ാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വേണു മരിച്ചത്. ഇതിന് പിന്നാലെ തന്നെ കുടുംബം ചികിത്സാ പിഴവുണ്ടായി എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് ആരോഗ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് DMEയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. ഈ കുടുംബം ഇത്തരത്തിൽ മരണം, അതിനെ തുടർന്നുള്ള ചടങ്ങുകൾ നടക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് എത്തണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് കത്ത് നൽകുകയും അതിന് കഴിയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് ആരോഗ്യവകുപ്പിന്റെ സംഘം വീട്ടിൽ നേരിട്ടെത്തി മൊഴിയെടുക്കാൻ, അതായത് പന്മനയിലെ വീട്ടിൽ നേരിട്ടെത്തി മൊഴിയെടുക്കാനുള്ള ഒരു നടപടികൾ. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെയാണ് സംഘം എത്തുക എന്നുള്ളതാണ് പറഞ്ഞത്. കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് മെഡിക്കൽ കോളേജിലുണ്ടായ അനാസ്ഥ മാത്രമാണ്. 5 ദിവസം കിടന്ന ഒരു രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകാതെ അവസാന ദിവസം ICUവിലേക്ക് മാറ്റിയതോടുകൂടിയാണ് ആരോഗ്യനില വഷളായത്. ഇത് തന്നെയാണ് ഭരണകാരണം. മാത്രമല്ല, ഈ ഓട്ടോ ഓടിയിരുന്ന വേണുവിന്റെ ഒരു വരുമാനമായിരുന്നു കുടുംബത്തെ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഭാര്യ ഒരു സ്വകാര്യ സ്കൂളിലെ ഒരു ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി നെറ്റിന്റെ കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണുവാണ് ഈ പണം മാറ്റി വെച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അപ്പോൾ എന്തായാലും കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല, ചികിത്സാ പിഴവിന്റെ ഭാഗമായി കുടുംബത്തിന്റെ കയ്യിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഉൾപ്പെടെ ഇന്ന് കൈമാറുന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ജിൽസി.